എല്ലാവർക്കും റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന സബ്ജക്റ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് തേർഡ് മൊഡ്യൂളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ ഏപ്രിൽ 2025 അതുപോലെ തന്നെ ഏപ്രിൽ 2024 നവംബർ 2023 നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി. നമുക്ക് നോക്കാൻ ബാക്കിയുള്ളത് നമ്മുടെ നവംബർ 2024 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എഫക്റ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യാം, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം, നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം, അതുപോലെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും റെക്കമെൻഡ് ചെയ്യാം. നമ്മളധികം വൈകിപ്പിക്കുന്നില്ല, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മുടെ അവസാന റിവിഷനാണ്, അതായത് നാളെ എക്സാമാണ്. നമുക്കിനധികം സമയമില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകും. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് നാളത്തെ എക്സാമിലൊക്കെ വീണ്ടും ഈ ക്വസ്റ്റ്യൻസൊക്കെ തന്നെ നമുക്ക് വീണ്ടും ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് നാളത്തെ എക്സാമിൽ നമുക്ക് പല സെൻറ്റൻസുകളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് എഴുതാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിതിൽ നോക്കുമ്പോൾ ഇവിടെ കാണുന്ന പോലെ 3 മാർക്കിൻ്റെയും 1 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം കാണുന്ന ഈ ഒരു 4 ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ബാക്കിയുള്ള ഈ ഒരു 6ഓളം ക്വസ്റ്റ്യൻസ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അതിൽ മൊഡ്യൂൾ 3ലെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ റെഫ്രിജറേഷൻ സിസ്റ്റം ഹാവിങ് 2 or more വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഇൻ സീരീസ്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണിത്. നമ്മുടെ റെഫ്രിജറേഷൻ സിസ്റ്റം നമ്മൾ സീരീസായിട്ട് 2 or 2-ലധികമോ സിസ്റ്റംസ് നമ്മൾ സീരീസായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു കോമൺ റെഫ്രിജറേഷൻ സിസ്റ്റം നമ്മൾ എന്താണ് വിളിക്കുകയെന്നാണ് ചോദ്യം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അതിന് കാസ്കേഡ് സിസ്റ്റമാണത്. നമ്മുടെ PPT അതുണ്ട്. നമുക്ക് സാധാരണഗതിയിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ 7 മാർക്കൊന്നും ചോദിക്കാറില്ല ഈ കാസ്കേഡ് സിസ്റ്റത്തിനെ കുറിച്ച്. ഇതേപോലത്തെ 1 മാർക്കിന് 2 മാർക്കിന് 1 മാർക്കിന് 3 മാർക്കിനൊക്കെ ചെറിയ ക്വസ്റ്റ്യൻസേ അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ കാസ്കേഡ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഡയഗ്രാം ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അതായത് ഒന്നിലധികം, ഇവിടെ 2 കംപ്രസർ കണ്ടോ, ഇവിടെ ഒരു ഹൈ ടെമ്പറേച്ചർ കംപ്രസറും ഉണ്ട്, ലോ ടെമ്പറേച്ചർ കംപ്രസറും ഉണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ലോ ടെമ്പറേച്ചർ കംപ്രസർ നേരെ പോകുന്നത് കാസ്കേഡ് കണ്ടൻസറിലേക്കാണ്. ഓക്കെ, പിന്നെ കാസ്കേഡ് കണ്ടൻസർ നേരെ പോകുന്നത് നമുക്കറിയാം കണ്ടൻസർ കഴിഞ്ഞാൽ പിന്നെ എക്സ്പാൻഷൻ ഡിവൈസ്, നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസ് കാണുന്നുണ്ടായിരിക്കും. ശേഷം നമുക്കറിയാം എക്സ്പാൻഷൻ ഡിവൈസിന് പിന്നെ പോകുന്നത് നമ്മുടെ ഇവാപ്പറേറ്ററിലേക്കാണ്. ശേഷം വീണ്ടും ഇവാപ്പറേറ്റർ നമുക്കറിയാം വീണ്ടും കംപ്രസറിലേക്ക് പോകും. അപ്പോൾ അത് ഒരു സിസ്റ്റമാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ രണ്ടാമതായിട്ട് അതിന് സീരീസായിട്ട് ഒരു സിസ്റ്റം കൂടി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഹൈ ടെമ്പറേച്ചർ കംപ്രസർ കണ്ടല്ലോ, ആ കംപ്രസറിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ കണ്ടൻസറിന്ന്, അതായത് നമ്മുടെ ഈ കാസ്കേഡ് കണ്ടൻസറിന്ന് വരുന്ന ആ ഒരു റെഫ്രിജറൻറ്റ് ശരിക്കും അതൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഹൈ ടെമ്പറേച്ചർ കംപ്രസർ നേരെ പോകുന്നത് സാധാരണ പോലെ കണ്ടൻസറിലേക്ക് പോകും, പിന്നെ കണ്ടൻസറിൽ നിന്ന് എക്സ്പാൻഷൻ ഡിവൈസിലേക്ക് പോകും. പിന്നെ ഇത് ശരിക്കും നമ്മുടെ ഇവാപ്പറേറ്ററിൻ്റെ സ്ഥാനമാണ് ശരിക്കും ഇവിടെ വരുന്നത്, അല്ലേ? ഇവിടെ ഇവാപ്പറേറ്റർ ഉള്ള പോലെ ഇതൊരു ഇവാപ്പറേറ്ററിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് എന്ത് ചെയ്യാണ്, ഒരു കാസ്കേഡ് കണ്ടൻസർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ ഈ കാസ്കേഡ് കണ്ടൻസർ നമ്മുടെ ഈ ഒരു സിസ്റ്റം നോക്കുമ്പോൾ, അല്ലേ, ഈ ഒരു സിസ്റ്റം നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം മാത്രം നോക്കുമ്പോൾ അവിടെ വെറും കണ്ടൻസറായിട്ട് ആക്ട് ചെയ്യുന്നു. എന്നാൽ ഈ സിസ്റ്റത്തിൽ എന്താ ചെയ്യുന്നത്, അത് ഇവാപ്പറേറ്ററായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതാണ് ശരിക്കും ഒരു കാസ്കേഡ് സിസ്റ്റത്തിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. നിങ്ങൾക്കിവിടെ അതിൽ വർക്കിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഇവിടെ നോട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ കാര്യമാണ്. വീണ്ടും അത് പറഞ്ഞ സമയം കളയുന്നില്ല. അപ്പോൾ എക്സാമിന് നമുക്കിപ്പോൾ ചോദിച്ചിരിക്കുന്ന 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ റെഫ്രിജറേഷൻ സിസ്റ്റം ഹാവിങ് 2 or more വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഇൻ സീരീസ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരിക കാസ്കേഡ് റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ലിസ്റ്റ് എനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് ക്രയോജനിക് റെഫ്രിജറേഷൻ, അല്ലേ? ഏതെങ്കിലും 2 ആപ്ലിക്കേഷനാണ് നമ്മൾ ക്രയോജനിക് റെഫ്രിജറേഷൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ എഴുതേണ്ടത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്രയോജനിക്സ് പഠിക്കുമ്പോൾ ആകെ 3 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. എന്താണ് ക്രയോജനിക്സ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തത് ക്രയോജനിക്സിൻ്റെ അഡ്വാൻറ്റേജസ് പഠിക്കുക.
മൂന്നാമത്തത് ക്രയോജനിക്സിൻ്റെ അപ്ലിക്കേഷൻസ് പഠിക്കാം. ഞാൻ വീണ്ടും ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ആ ഒരു ക്രയോജനിക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രയോജനിക്സ് എന്ന് പറഞ്ഞാൽ വെരി ലോ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുക, നമ്മൾ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ടെമ്പറേച്ചർ, അതായത് ഇവിടെ നോക്കുക, ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഓർ എഞ്ചിനീയറിംഗ് ദാറ്റ് സ്റ്റഡി വെരി ലോ ടെമ്പറേച്ചേഴ്സ്. അതായത് വെരി ലോ ടെമ്പറേച്ചേഴ്സിനെ കുറിച്ചുള്ള ഒരു മെറ്റീരിയൽസിൻ്റെ ബിഹേവിയറിലൊക്കെ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസാണ് നമ്മുടെ ക്രയോജനിക് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. അതായത് ബിലോ 150 ഡിഗ്രി സെൽഷ്യസ് ആണ് ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് വരുന്നത്. അപ്പോൾ അത്രയും ലോവർ ടെമ്പറേച്ചറിൽ ഓരോ മെറ്റീരിയൽസിൻ്റെ ബിഹേവിയറിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ് നമ്മൾ ക്രയോജനിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ നമുക്കറിയാം. നമ്മുടെ പറഞ്ഞ പോലെ നമ്മുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ, സ്പേസ് സയൻസിൽ, ഇലക്ട്രോണിക്സിൽ, ഓട്ടോമൊബൈൽസിൽ, അതുപോലെ സ്പോർട്സും, അതുപോലെ തന്നെ സ്പോർട്സ് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബയോളജിക്കൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി, ഇതൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻസ് ആയിട്ട് പറയാൻ പറ്റും. അതൊക്കെ വളരെ എളുപ്പമുള്ള പോയിൻറ്റ്സ് ആണ്. നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് ഉറപ്പായിട്ടും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഷുവറായിട്ട് പ്രതീക്ഷിക്കണം. ഒന്നെങ്കിൽ 3 മാർക്കിനോ അല്ലെങ്കിൽ 1 മാർക്കിനോ 7 മാർക്കിനോ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ ഒരിക്കലും ആ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പാടില്ല. ഓക്കെ, അതുപോലെ വീണ്ടും ഇവിടെ ആപ്ലിക്കേഷൻസ് കുറച്ചും കൊടുത്തിട്ടുണ്ട്. അതായത് ക്രയോ സർജറി, ക്രയോ ഇലക്ട്രോണിക് കൂളിംഗ്, ക്രയോ ബയോളജി, ഫുഡ് പ്രിസർവേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്യാസസ്, ക്രയോ തെറാപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 7 മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾ മിനിമം 7 എണ്ണമെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, 3 മാർക്കാണെങ്കിൽ മിനിമം 3 എണ്ണമെങ്കിലും എഴുതി വെക്കുക. 1 മാർക്കാണെങ്കിൽ മിനിമം 2 എണ്ണമെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾ പഠിക്കേണ്ടത് ക്രയോജനിക്സിനെ കുറിച്ച് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. എക്കോ ഫ്രണ്ട്ലി ആണ്, റാപ്പിഡ് ഫ്രീസിങ് ആണ്, അതുപോലെ ഇൻഹിബിഷൻ ഓഫ് ബാക്ടീരിയൽ ഗ്രോത്തിന് സഹായിക്കുന്നു, പിന്നെ ലിമിറ്റഡ് ഡീഹൈഡ്രേഷന് വേണ്ടി സഹായിക്കുന്നു, അതുപോലെ തന്നെ ലിമിറ്റഡ് ഡീഹൈഡ്രേഷൻ ആണ്, അതുപോലെ ഹാസ് ഹയർ മാസ് ഫ്ലോ റേറ്റ് ദാൻ ഫോസിൽ ഫ്യൂവൽസിനേക്കാളും മാസ് ഫ്ലോ റേറ്റ് വളരെ കൂടുതലാണ്. അതുപോലെ ത്രസ്റ്റ് കൂടുതൽ പ്രൊഡ്യൂസ് മോർ ത്രസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നാളത്തെ എക്സാമിന് പോകുമ്പോൾ ഈ അഡ്വാൻറ്റേജസ് ഓഫ് ക്രയോജനിക് റെഫ്രിജറേഷനും ആപ്ലിക്കേഷൻസും ഒരിക്കലും നോക്കാണ്ട് പോകാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞെങ്കിലും വെച്ച് ഓർമ്മയിൽ നിങ്ങൾക്ക് നാളെ അവിടെ എക്സാമിന് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് തേർഡ് മൊഡ്യൂൾ ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ നോക്കിയാൽ മനസ്സിലുണ്ടോ, M3 വരുന്ന ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ M4 ആണ്, 4th മൊഡ്യൂളാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. എൻ്റെ മുന്നേ നമ്മളിപ്പോൾ പറഞ്ഞത് ഈ 2 ക്വസ്റ്റ്യനാണ് പറഞ്ഞത് അല്ലേ, ലിസ്റ്റ് ഇനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് ക്രയോജനിക് റെഫ്രിജറേഷൻ. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഈ ആൻസറും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ 2 മാർക്ക് നമുക്ക് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നോക്കുക, സെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതായത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണിത് അല്ലേ, ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. എന്താ ചോദിച്ചിരിക്കുന്നത്, സെയിം ഇപ്പോൾ പറഞ്ഞ കാര്യം, ക്രയോജനിക് റെഫ്രിജറേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എവിടെ അപ്ലിക്കേഷൻസും ഇവിടെ അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ നോട്ട് കാണിക്കുന്നില്ല അല്ലേ, നമുക്കറിയാം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരേ ടോപ്പിക്ക് തന്നെ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് 3 മാർക്കും കിട്ടി, ഇവിടുന്ന് 1 മാർക്ക് കിട്ടി, മൊത്തം 4 മാർക്കാണ് അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. ഞാൻ പറഞ്ഞ പോലെ നാളത്തെ എക്സാമിനും നിങ്ങൾ പോകുന്ന എക്സാമിനും ഉറപ്പായിട്ടും അവിടുന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. ഒരിക്കലും അവിടുന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മാർക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. സോ നമുക്കിപ്പോൾ ഇവിടുന്ന് മൊത്തം ഒരു 3 മാർക്കും ഇവിടുന്ന് ഒരു 2 മാർക്കും കിട്ടി. അപ്പോൾ മൊത്തം 5 മാർക്കാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടിയത്. ഇനി നമുക്ക് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ ക്ലാസ്സുകൾ കാണുമ്പോൾ എഫക്റ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. 500 ആൾക്കാർ കാണുമ്പോൾ 50 ആൾക്കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ, വെരി 10% ആൾക്കാർ മാത്രം. അപ്പോൾ നിങ്ങൾ വെറുതെ കണ്ടിരിക്കേണ്ട, എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ, കമ്പയർ ബിറ്റ്വീൻ എയർ കൂൾഡ് കണ്ടൻസർ ആൻഡ് വാട്ടർ കൂൾഡ് കണ്ടൻസർ. ഓക്കെ, അപ്പോൾ എയർ കൂൾഡ് കണ്ടൻസറിനെ കുറിച്ചും വാട്ടർ കൂൾഡ് കണ്ടൻസറിനെ കുറിച്ചും അതിൻ്റെ ഡിഫറൻസ് ആണ് എഴുതാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ കമ്പയർ ബിറ്റ്വീൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ സാധാരണ ക്വസ്റ്റ്യൻ നമ്മൾ തിയറി ടോപ്പിക്കിലൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാറുള്ളത്, എന്ത് ചെയ്യണം അല്ലേ, ഇവിടെ എയർ കൂൾഡ് കണ്ടൻസറിനെ കുറിച്ചും വാട്ടർ കൂൾഡ് കണ്ടൻസറിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ 2 ടേബിൾ സെറ്റ് ചെയ്യുക അല്ലേ, ഒരു ടേബിൾ അങ്ങ് സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ടേബിളിൽ ഓരോരോ പോയിൻറ്റ്സ് ആയിട്ട് കൊടുക്കുക. അതായത് ആദ്യം എന്ത് ചെയ്യണം, നമ്മളിവിടെ എയർ കൂൾഡ് കണ്ടൻസറിൻ്റെ അല്ലേ, ആദ്യം നമ്മൾ ഒരു കോളത്തിൽ ഒരാളെ കുറിച്ച് എഴുതുക, അതായത് ഒരാളെ ഹെഡിങ് എഴുതുക. ഒന്നിലെന്ത് ചെയ്യുക, ഇത് എയർ കൂൾഡ് ആക്കുക. ഓക്കെ,
രണ്ടാമത്തേൽ എന്ത് ചെയ്യാം, വാട്ടർ കൂൾഡ് എഴുതാം. ഓക്കെ, രണ്ടാമത്തേൽ വാട്ടർ കൂൾഡ്. ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഓരോ പോയിൻ്റ് വൈസ് ആയിട്ട് നോട്ട് ചെയ്യാം. അതായത് നമുക്കറിയാം എന്താണോ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, അതായത് എയർ കൂൾഡ് കണ്ടൻസർ ആകുമ്പോൾ അവിടെ എങ്ങനെ സംഭവിക്കുന്നത്, അവിടുത്തെ ഒരു കൂളിംഗ് മീഡിയ ഒക്കെ എന്താണ്, നമ്മൾ എയറാണ് കൂളിംഗ് മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ തിയറി ടോപ്പിക് പഠിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളിങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു തിയറി നോട്ട് പോലെ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കില്ല. നമ്മൾ പഠിക്കുമ്പോൾ എന്താ പഠിച്ചിട്ടുണ്ടായിരിക്കുക, നമ്മൾ ടൈപ്സ് ഓഫ് കണ്ടൻസേഴ്സ് പഠിക്കുമ്പോൾ അവിടെ എയർ കൂൾഡ് കണ്ടൻസറും പഠിച്ചിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ വാട്ടർ കൂൾഡ് കണ്ടൻസറും നമ്മൾ അതിൻ്റെ ഫിഗറൊക്കെ വരച്ച് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതുപോലെ ഒരു കമ്പാരിസൺ ചിലപ്പോൾ നമ്മളൊരു ടേബിളായിട്ടോ അല്ലെങ്കിൽ ഒരു നോട്ടായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കില്ല, ഒരു പക്ഷേ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എയർ കൂൾഡ് കണ്ടൻസറിനെ കുറിച്ചും അറിയാം, അതുപോലെ തന്നെ നമുക്ക് വാട്ടർ കൂൾഡ് കണ്ടൻസറിനെ കുറിച്ചും നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അറിവ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിനൊരു കമ്പാരിസൺ ഉണ്ടാക്കുക അല്ലേ. ഇപ്പോൾ ഒരു 7 മാർക്കിൻ്റെ പോയിൻ്റ് ഒക്കെ ആകുമ്പോൾ മിനിമം എന്ത് ചെയ്യുക, ഒരു സെഷനിൽ ഇവിടെ ഒരു 4 പോയിൻറ്റും ഇവിടെ ഒരു 4 പോയിൻ്റ് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് അതിൻ്റെ വർക്കിങ്ങിനെ ആലോചിച്ച് നോക്കില്ല. എയർ കൂൾഡ് കണ്ടൻസർ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ എയറാണ് എന്ത് ചെയ്യുന്നത്, കൂളിംഗ് മീഡിയം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ച് തന്നെ ഫസ്റ്റ് ഒരു പോയിൻ്റ് ഉണ്ടാക്കുക, എന്താണ്, എയർ ഈസ് ദ കൂളിംഗ് മീഡിയം അല്ലേ. അപ്പോൾ നിസാര പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് നിസാര പോയിൻ്റ് ആണെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു പോയിൻ്റ് അവിടെ കിട്ടുകയാണ് അല്ലേ, നമുക്കൊരു പോയിൻ്റ് വിശദീകരിച്ച് എഴുതാൻ പറ്റുന്നൊരു അവസ്ഥ നമുക്കവിടെ വരികയാണ് അല്ലേ. ഇനി ഇവിടെ എന്ത് എഴുതാം, രണ്ടാമത്തെ നമുക്ക് എന്ത് എഴുതാം, നമുക്കിവിടെ വാട്ടർ കൂൾഡ് കണ്ടൻസർ ആകുമ്പോൾ അവിടെ വാട്ടറാണ് കൂളിംഗ് മീഡിയം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലേ. ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു പക്ഷേ ഞാൻ ഉണ്ടാക്കിയുള്ള PPTയിലും ഇങ്ങനെ ഒരു കമ്പാരിസൺ വേണ്ട ഒരു ചാർട്ടോ ഒരു ടേബിളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം സാധാരണ നമുക്കങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എയർ കൂളിനെ കുറിച്ചും വാട്ടർ കൂളിനെ കുറിച്ചും നമ്മൾ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇതേപോലെ പോയിൻറ്റ്സ് സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാൻ പറ്റണം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു പോയിൻ്റ് കൊടുക്കുക, എന്താ കൊടുക്കാൻ പറ്റുക, എയർ കൂൾഡ് കണ്ടൻസർ അല്ലേ, നാച്ചുറൽ കൺവെക്ഷൻ ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ടൈപ്പും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കെന്ത് എഴുതാം, വാട്ടർ കൂൾഡിലാകുമ്പോൾ നമ്മൾ വാട്ടർ കൂൾഡ് പൊതുവേ മിക്കവാറും എന്തായിരിക്കും, അത് ഫോഴ്സ്ഡ് കൺവെക്ഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. കാരണം നമ്മളൊരു ത്രസ്റ്റ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ വാട്ടറിനെ ഫ്ലോ ചെയ്യിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പോയിൻറ്റ്സിനെ ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ നോട്ട്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ രീതിയിലൊരു 4 പോയിൻറ്റ്സ് രണ്ടിലും ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് എന്ത് ചെയ്യുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ പ്രതീക്ഷിക്കണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ചോയ്സ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി പഠിച്ച് മനസ്സിലാക്കിയുള്ള ടോപ്പിക് തന്നെയാണ്. അതായത് നമ്മുടെ എന്താ പറയുക, അതെ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ് വിത്ത് ഡയഗ്രാം അല്ലേ. നമ്മളെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടോയെന്ന് തോന്നുന്നു. തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവ് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും കംപ്രസറും ചോദിക്കും, കണ്ടൻസറും ചോദിക്കും, എക്സ്പാൻഷൻ വാൾവും ചോദിക്കും, അതുപോലെ ഇവാപ്പറേറ്ററും ചോദിക്കും. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചോദിച്ചു, തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കാരണവശാലും ഈ ടോപ്പിക്കൊന്നും ഒരിക്കലും സ്കിപ്പാക്കിയിട്ട് പോകാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ തിയറി ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ക്ലാസ് ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ കയറി നോക്കുക, ചാനലിൽ കയറി നോക്കുക. നമ്മുടെ മൊഡ്യൂൾ കറക്റ്റ് മൊഡ്യൂളിൻ്റെ പേരും ക്ലാസ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊഡ്യൂൾ 3 ക്ലാസ് 1, മൊഡ്യൂൾ 3 ക്ലാസ് 2 അങ്ങനെ നമ്പർ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞൊക്കെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഞാൻ വീണ്ടും ഈ ക്ലാസ്സിൽ പറഞ്ഞ സമയം കളയില്ല, കാരണം അതൊരു റിവിഷൻ ക്ലാസ് പോലെ അവസാന ഘട്ട റിവിഷനാണ്. അപ്പോൾ ക്ലാസ്സുകൾ ആ ഒരു ടോപ്പിക്ക് അറിയാത്തവരെന്ത് ചെയ്യുക, ആ ക്ലാസ്സുകൾ പോയിട്ട് നമ്മുടെ ചാനൽ തന്നെ അവൈലബിൾ ആണ്, നിങ്ങൾ പോയി കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ സേഫാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ക്വസ്റ്റ്യന് ആൻസർ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ എന്ത് ചെയ്യാം, അറിയാവുന്ന ഈ ക്വസ്റ്റ്യൻ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻറ്റ് പോലെ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ലിക്വിഫാക്ഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ നമ്മൾ നേരത്തെ ക്രയോജനിക്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ക്രയോജനിക്സിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഭാഗമാണ് നമ്മുടെ ഈ ഒരു ലിക്വിഫാക്ഷൻ ഓഫ് ഹൈഡ്രജനും നൈട്രജനും എന്നൊക്കെ പറയുന്ന ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ അതും നമ്മുടെ ആ ഒരു പ്ലേലിസ്റ്റിൽ കാണുന്നുണ്ടായിരിക്കും ക്ലാസ്. നിങ്ങൾ എന്ത് ചെയ്യാം, അതും കണ്ടിട്ട്, ഞാൻ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നില്ല, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് മനസ്സിലാക്കുക. ഇത് റയർ ക്വസ്റ്റ്യൻ അധികം ചോദിക്കാറില്ല. ചോദിക്കുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യുക, അതിന് ഓപ്പോസിറ്റായിട്ട് ചോയ്സ് ക്വസ്റ്റ്യനായിട്ട് മറ്റേ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതായത് വിത്ത് എ നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഫ്ലഡഡ് ഇവാപ്പറേറ്റർ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പഠിച്ചാണ്. പക്ഷേ ഞാൻ ഈ ലിക്വിഫാക്ഷൻ്റെ കാര്യം അധികം ഞാൻ ആരും പഠിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അതിന് ചോയ്സ് ക്വസ്റ്റ്യനായിട്ട് ഇതുപോലത്തെ സ്ഥിരമായി ചോദിക്കുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ലിക്വിഫാക്ഷൻ ഇനി പഠിക്കാത്തവരും അധികം സമയം കളയേണ്ട ആവശ്യമില്ല. അവസാന ഘട്ട സമയത്തിൽ എന്ത് ചെയ്യേണ്ട, സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. പഠിക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, അതിൻ്റെ നോട്ട്സ് നമ്മുടെ ഇതിലുണ്ട്, PPTയിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൽ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പ്രീവിയസ് ക്ലാസ്സിൽ പോയി നോക്കിയിട്ട് അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ
ഇപ്പോൾ ലിക്വിഫാക്ഷൻ ഓഫ് ഹൈഡ്രജൻ്റെ നോട്ട്സ് ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ് പോസ് ചെയ്തിട്ട് അത് വായിച്ച് നോക്കുക. ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയൊരു ഫിഗറാണ് താരതമ്യേന. ഇപ്പോൾ ഞാൻ അധികം ഇപ്പോൾ പഠിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തില്ല, കാരണം നമ്മുടെ അവസാനം ഘട്ട ടൈമാണ്. സോ നിങ്ങളത് പഠിച്ച സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, എൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളോട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കാം കേട്ടോ. നിങ്ങൾ കഴിയുന്നതും റെഗുലറായിട്ട് എക്സാമൊക്കെ എഴുതുമ്പോൾ സപ്ലിമെൻ്ററി വരുത്താതെ നോക്കുക. കാരണം ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റെഗുലർ എക്സാം പാസ്സാവുക എന്നുള്ള കാര്യം. കാരണം റെഗുലർ എക്സാമിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് മോഡറേഷനായിട്ട് മാർക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ സപ്ലിമെൻ്ററിയിലാവുമ്പോൾ എന്തായിരിക്കും, നമ്മളിപ്പോൾ ഏതൊരു ഒരു പേപ്പർ 2 പേപ്പറൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് മോഡറേഷൻ ഒന്നും കിട്ടില്ല. നേരെ മറിച്ച് നമ്മുടെ റെഗുലർ എക്സാം ആകുമ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു സെമസ്റ്ററിൽ 5 സബ്ജക്റ്റ് ഉണ്ട്. ജസ്റ്റ് നമ്മുടെ 5th സെമസ്റ്ററിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ DME ഉണ്ട്, RAC ഉണ്ട്, PPE ഉണ്ട്, IMS ഉണ്ട്. ഒരു 4 പേപ്പർ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എക്സാം എഴുതി നിങ്ങൾക്ക് DMEയിൽ ജസ്റ്റ് ഒരു പാസ് മാർക്ക് കിട്ടി നിങ്ങൾ പാസ്സായി വിചാരിക്കുക, അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടി പാസ്സായി വിചാരിക്കുക. RAC ജസ്റ്റ് ഇതേപോലെ ഒരു 40 മാർക്ക് കിട്ടി നിങ്ങൾ പാസ്സായി. PPE ഒരു 27 മാർക്ക് കിട്ടി നിങ്ങൾ ഫെയിലായി നിൽക്കുകയാണ്. അപ്പോൾ IMS എന്ത് ചെയ്തു, IMS ഒരു 35 മാർക്ക് കിട്ടി നിങ്ങൾ പാസ്സായി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആകെ ഒരു പേപ്പർ മാത്രം നിങ്ങൾ ഫെയിലായി കിടക്കുന്നു അല്ലേ. ഒരു പേപ്പർ മാത്രം നിങ്ങൾ ഇപ്പോൾ ഫെയിലായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ ബാക്കിയുള്ള 3 പേപ്പർ പാസ്സായി. അതുപോലെ ആ സെമസ്റ്റർ ലാബ് ഉണ്ടെങ്കിൽ ഇപ്പോൾ HM ലാബ് ഉണ്ടാവും അല്ലേ, ഹൈഡ്രോളിക് മെഷീൻസ് ലാബുണ്ട്, പിന്നെ ഓട്ടോമോട്ടീവ് ലാബുണ്ട് അല്ലേ, ഓട്ടോമോട്ടീവ് ലാബുണ്ട്, പിന്നെ മെഷീൻ ഷോപ്പുണ്ട് അല്ലേ. നിങ്ങളിതിൻ്റെ കൂടെ ഈ 3 ലാബുകളും പാസ്സായി വിചാരിക്കുക. ഓക്കെ, ഈ 3 ലാബും പാസ്സായി, DMEയും RACയും IMSും പാസ്സായി. ഒരു പേപ്പർ മാത്രം നിങ്ങൾ ഫെയിലായി. ഓക്കെ, ഈ PPE മാത്രം നിങ്ങൾ ഫെയിലായി വിചാരിക്കുക. ഓക്കെ, എത്ര മാർക്ക് നിങ്ങൾ ഫെയിലായത്? 3 മാർക്കിനാണ് നിങ്ങൾ ഫെയിലായത് അല്ലേ. വെറും 3 മാർക്കിനാണ് നിങ്ങൾ ഫെയിലായത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ HM ലാബും AM ലാബും മെഷീൻ ഷോപ്പും ബാക്കിയുള്ള 3 തിയറി പേപ്പറും പാസ്സായ സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ 27ൻ്റെ കൂടെ ചിലപ്പം മോഡറേഷൻ കിട്ടിയിട്ട് ഒരു +3 മാർക്ക് കിട്ടി നിങ്ങൾ ഫുൾ സബ്ജക്റ്റും പാസ്സാകാനുള്ള സാഹചര്യമുണ്ട്. പറഞ്ഞു വന്ന ഒരിക്കലും നിങ്ങൾ റെഗുലർ എക്സാമിന് പഠിക്കാതെ ഒരിക്കലും പോകാൻ പാടില്ല. പിന്നെ നമ്മൾ സപ്ലിമെൻ്ററി വന്നതിന് ശേഷം നമ്മൾ പിന്നെ അതിന് എന്താ പറയുക, അത്രയും സമയം നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അടുപ്പിച്ചടുപ്പിച്ചാണ് എക്സാമൊക്കെ വരിക. 6th എക്സാമിൻ്റെ കൂടെ തന്നെ ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാണ്ട് 6th ഒരു പേപ്പർ എന്നാണെങ്കിൽ രണ്ടാമത്തെ ദിവസം എന്തായിരിക്കും, നമ്മുടെ 5th പേപ്പറായിരിക്കും. 3ാമത്തെ ദിവസം വീണ്ടും 6th പേപ്പർ, 4ാം ദിവസം വീണ്ടും 5th പേപ്പർ. അങ്ങനെ സപ്ലിമെൻ്ററി ഒക്കെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പോലും ഗ്യാപ്പ് ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മുടെ S3 സപ്ലിമെൻ്ററി വന്ന ആൾക്കാർ ബുദ്ധിമുട്ടുന്ന കേസുണ്ട്. അതായത് ഫസ്റ്റ് എക്സാം SOM അല്ലേ, അതായത് ഇപ്പോൾ 1-ാം തീയതി SOM, ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറയാം, 1-ാം തീയതി SOM ആയിരുന്നു. സോറി, 1-ാം തീയതി അല്ല, 1-ാം തീയതി നമ്മുടെ DME 5th DME റെഗുലർ എക്സാം, 2-ാം തീയതി SOM. അപ്പോൾ ആലോചിച്ച് നോക്കുക, 2 കോർ പേപ്പറാണ് അടുപ്പിച്ച് വന്നിരിക്കുന്നത്. പിന്നെ 3-ാം തീയതി എന്ത് വരും? RAC വരും. അപ്പോൾ ഇങ്ങനെയാണ് എക്സാമിൻ്റെ ആ ഒരു ടൈം ടേബിൾ വരിക. അപ്പോൾ ഒരു കാരണവശാലും കഴിയുന്നതും സപ്ലിമെൻ്ററി സ്വയം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് സപ്ലിമെൻ്ററി വരുത്താൻ പാടില്ല. അതായത് സ്വയം ഇനീഷ്യേറ്റീവ് എടുക്കുക എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പഠിക്കാണ്ട് പോയിട്ട് സപ്ലിമെൻ്ററി വരുത്താൻ പാടില്ല. ഓക്കെ, ബാക്കി പിന്നെ നിങ്ങൾക്ക് വല്ല അസുഖം ബാധിച്ചിട്ടോ അല്ലെങ്കിൽ എക്സാം പോകുന്ന വഴിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സപ്ലിമെൻ്ററി ആയാലും കുഴപ്പമില്ല. അതായത് നിങ്ങൾ പോകുന്ന വഴിക്ക് വല്ല ബസ് ബ്രേക്ക് ഡൗൺ ആയി സമയത്തെത്താൻ കഴിയില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പോട്ടെ എന്ന് വിചാരിക്കുക, നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലും പഠിക്കാണ്ട് പോയിട്ട് എക്സാം ഫെയിലാകുക പറഞ്ഞാൽ വളരെ അബദ്ധമാണ്. കാരണം മിക്കവാറും എല്ലാവരും ഡിപ്ലോമ അല്ലെങ്കിൽ ഏത് കോഴ്സ് ചെയ്യാൻ പോകുമ്പോഴും എന്തായിരിക്കും, നമുക്ക് ആ ഒരു കോഴ്സ് ഡ്യൂറേഷൻ കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണം, നമുക്ക് അവിടെ നിന്ന് ആ സർട്ടിഫിക്കറ്റ് വാങ്ങി പോരണം. അല്ലാണ്ട് നമ്മൾ വെറുതെ 4, 5 അല്ലെങ്കിൽ 3 കൊല്ലം നമ്മുടെ യൂണിവേഴ്സിറ്റി ഒരു കാര്യമില്ല അല്ലേ. നമ്മൾ ആ സമയത്ത് ഒരു 3 വർഷം ഇപ്പോൾ പുറത്തൊക്കെ അബ്രോഡൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒരു സെയിൽസ്മാനായിട്ടോ ഏതെങ്കിലും ഒരു ഷോപ്പിലൊക്കെ നിന്നാൽ നമുക്ക് മിനിമം ഒരു 30,000-40,000 രൂപ ശമ്പളം കിട്ടും പുറത്തൊക്കെ പോയാൽ അല്ലേ. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഒരു 10 മാസം അല്ലെങ്കിൽ 12 മാസം ഒരു വർഷം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു
40,000 ഉണ്ടെങ്കിൽ 12,400 48 അല്ല ഒരു 5 ലക്ഷം രൂപ ഒരു വർഷം നമുക്ക് ഇൻകമായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ സ്ഥാനത്ത് 3 വർഷം വെറുതെ ഒരു കോളേജിലൊക്കെ പോയിട്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ലാണ്ട് അവസാനം 3 വർഷം കഴിയുമ്പം സബ്ജക്റ്റും പാസ്സാവാതെ സപ്ലിമെൻ്ററി വന്നു വരുന്ന അവസ്ഥയൊക്കെ കാണുമ്പോൾ എന്താണ് വെറുതെ വേസ്റ്റായിപ്പോയി. ഒരു വർഷം 5 ലക്ഷം കിട്ടണമെങ്കിൽ നിങ്ങൾ 3 വർഷം കൊണ്ട് 15 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് നഷ്ടം വരുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ആ ഒരു മൊഡ്യൂളിലെ അല്ലേ നമ്മൾ നവംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നമ്മുടെ ലിക്വിഫാക്ഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, അതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞില്ല, അത് ഫ്ലഡഡ് ഇവാപ്പറേറ്ററിനെ കുറിച്ചാണ്. വിത്ത് നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഫ്ലഡഡ് ഇവാപ്പറേറ്റർ. അപ്പം ഞാൻ അതിൻ്റെ വർക്കിംഗ് പറഞ്ഞ സമയം കളയുന്നില്ല, കാരണം നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകൾ കണ്ടു നോക്കിയാൽ വർക്കിംഗ് പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് അതൊന്ന് ക്ലാസ് പോയി കണ്ടു നോക്കാം. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഫിഗർ ഒന്ന് കാണിച്ചു തരാം. ഫ്ലഡഡ് ഇവാപ്പറേറ്റർ എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ഫിഗറാണ്, കണ്ടോ. അതാണ് നമ്മുടെ ഫ്ലഡഡ് ഇവാപ്പറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനുള്ള ആ ഒരു ഫിഗർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ക്ലാസ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കിയാൽ മതി. അതുപോലെ ഞാൻ വീണ്ടും പറയുകയാണ്, ക്ലാസ്സുകൾ എഫക്റ്റീവ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഭാവിയിൽ ഇനിയും സെമസ്റ്ററുകൾ ഇനിയും വരാനുണ്ട്. 6th സെമസ്റ്ററും അതുപോലെ തന്നെ 3rd സെമസ്റ്റർ ആണെങ്കിൽ അവർക്ക് 4th സെമസ്റ്റർ എക്സാമുകളൊക്കെ വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ഇതേപോലത്തെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തരുന്ന ആ ഒരു എനർജിയാണ്, അതായത് നിങ്ങൾ ഫീഡ്ബാക്കായിട്ടും നിങ്ങൾ കഴിയുന്ന പോലെ അറിയിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും ആ ക്ലാസ്സുകൾ ചെയ്യാനുള്ളൊരു ഡ്രൈവിംഗ് ഫോഴ്സ് കിട്ടുന്നത്. സോ ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ 4th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, കാരണം ഇനിയിപ്പോൾ അധികം സമയമില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് നമ്മുടെ ഈ ഒരു 51 മാർക്കിൻ്റെ കാര്യം. അതായത് നിങ്ങൾ 3rd മൊഡ്യൂളും 4th മൊഡ്യൂളും മാത്രം പഠിച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല സ്കോർ കിട്ടി പാസ്സാകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 1 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വളരെ എളുപ്പമുള്ള കാര്യം, നിങ്ങൾ ആ ഒരു സൈക്കോമെട്രിക് ചാർട്ടുണ്ട്, ആ ചാർട്ടിലെ നമ്മൾ DBT, WBT, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, പിന്നെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ, പിന്നെ സ്പെസിഫിക് എൻതാൽപ്പി, പിന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. അതൊന്നും ഒരിക്കലും സ്കിപ്പാക്കി പോകാൻ പാടില്ല. അതായത് ഇങ്ങനെ ഒരു ലൈന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈൻ ഏതിൻ്റെന്ന് പറയാൻ കഴിയണം, അല്ലേ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആണ്. അതിൽ വെർട്ടിക്കൽ ലൈൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് DBT ആണെന്ന് പറയാൻ കഴിയണം, അല്ലേ. അതുപോലെ ഇംഗ്ലൈൻഡ് ലൈൻസ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും സ്പെസിഫിക് വോളിയം വരുന്നുണ്ട്, അതുപോലെ എൻതാൽപ്പി ലൈൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കണം, എന്നിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക. കാരണം ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ നമുക്ക് ആൻസർ തെറ്റിപ്പോയിട്ട് മാർക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതേപോലെ 4th മൊഡ്യൂൾ നിങ്ങൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ പറഞ്ഞ പോലെ തന്നെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഐഡിയ ഉണ്ടാക്കി മാത്രം പോവുക. അപ്പോൾ നമ്മളെ ക്ലാസ്സുകളിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഓൾറെഡി ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇനിയും കാണാത്തവർ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കണ്ടിട്ട് ആ കാര്യം പഠിച്ചിട്ട് മാത്രം പോവുക. ഓക്കെ, നമുക്ക് എപ്പോഴും ലൈഫിൽ ഒരുപാട് ചാൻസുകളൊന്നും കിട്ടില്ല. നമ്മൾ കിട്ടുന്ന ചാൻസ്, ആദ്യം കിട്ടുന്ന ചാൻസ് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളത്തെ എക്സാമിൽ നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും എന്ത് ചെയ്യാം, നമുക്കിതുപോലെ ക്ലാസ്സുകൾ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.